അക്ഷയ കൊല്ലം ജില്ലാ കുടുംബസംഗമം വെളിയം പത്മാവതി ഗാർഡൻസിൽ നടന്നു. ഓൺലൈൻ സേവന രംഗത്ത് ശ്രദ്ധേയമായ പങ്കുവഹിക്കുന്ന അക്ഷയ സംരംഭങ്ങളുടെ സ്റ്റാഫുകളും അവരുടെ കുടുംബാംഗങ്ങളും ഒത്തുചേർന്ന കുടുംബസംഗമം ശ്രദ്ധേയമായി. ചടങ്ങിന്റെ ഉദ്ഘാടനം അക്ഷയ ജില്ലാ പ്രോജക്ട് മാനേജർ ജിതിൻ രാജു നിർവഹിച്ചു. മൂന്ന് കാര്യങ്ങൾ നമ്മുടെ അക്ഷയ ഒരു ഡെവലപ്മെന്റിന് വേണ്ടി അല്ലെങ്കിൽ അക്ഷയയുടെ വളർച്ചയ്ക്ക് വേണ്ടി മൂന്ന് കാര്യങ്ങൾ നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, ഒരു ഹാപ്പി സെന്റർ ആയിരിക്കും അക്ഷയയുടെ, അല്ലേ? അതായത് സന്തോഷത്തിന്റെ ഉറവിടം ആയിരിക്കണം ഒരു അക്ഷയ കേന്ദ്രത്തിൽ. ആ സന്തോഷത്തിന്റെ ഉറവിടം അല്ലെങ്കിൽ ഹാപ്പി സെന്റർ എന്ന് പറയുന്ന ആരായിരിക്കും? ആരാകണം? സംരംഭകരല്ലേ ഹാപ്പി സെന്റർ എന്ന് പറയുന്നത്, അല്ലേ? അപ്പോൾ ആ സംരംഭകർ ഒരു ഹാപ്പി സെന്റർ, ഡോപ്പമിൻ എന്ന് പറയും. ഡോപ്പമിൻ എന്ന് പറയുന്ന മോളിക്യൂളാണ് നമ്മുടെ ഈ സന്തോഷത്തിന് പരമായിട്ടുള്ള കാര്യമാണ്. ഡോപ്പമിൻ ഡോണേഴ്സ് ആയിരിക്കും ആര്? അക്ഷയ സംരംഭകർ. അങ്ങനെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അക്ഷയ സെന്ററുകൾ ഹാപ്പിനെസ് സെന്ററുകളായി മാറണമെന്നും വർക്ക് ചെയ്യുന്നവർക്കും എത്തിച്ചേരുന്നവർക്കും സന്തോഷകരമായ ഒരു കേന്ദ്രമാക്കി അക്ഷയ സെന്ററുകളെ മാറ്റണമെന്നും ജിതിൻ രാജു അഭിപ്രായപ്പെട്ടു. സാധാരണ ജനങ്ങൾ ഏറ്റവും അധികം ആശ്രയിക്കുന്ന സ്ഥാപനങ്ങളിൽ ഒന്നാണ് അക്ഷയ കേന്ദ്രങ്ങൾ. സംസ്ഥാന സർക്കാരിന്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന അക്ഷയ സെന്ററുകൾ മികച്ച പ്രവർത്തനങ്ങളാണ് കാഴ്ചവെക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. പൊതുസമ്മേളനത്തിന് ശേഷം അക്ഷയ സംരംഭകരും കുടുംബാംഗങ്ങളും അണിനിരന്ന നിരവധി കലാപ്രകടനങ്ങളും നടന്നു. കൊല്ലം അക്ഷയ സംരംഭകൻ ആനന്ദ് അധ്യക്ഷനായ ചടങ്ങിൽ ഉജ്ജ്വല ബാല്യം പുരസ്കാര ജേതാവ് ആനന്ദ് ഭൈരവ് ശർമ്മ മുഖ്യ അതിഥിയായി. പ്രസിദ്ധ നോവലിസ്റ്റ് ഇളവൂർ ശ്രീകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി. അക്ഷയ അസിസ്റ്റന്റ് പ്രോജക്ട് കോർഡിനേറ്റർ രതീഷ്, അക്ഷയ കൊല്ലം ബ്ലോക്ക് കോർഡിനേറ്റർമാരായ രാജൻ പി, സജിത മോൾ, ലീന, അക്ഷയ സംരംഭകരായ ചന്ദ്രശേഖരൻ പിള്ള, ഹുസൈൻ, പ്രതീഷ് കുമാർ, റഹീം, മൻസൂർ, സജിൻ, രാജശ്രീ, സുനിത തുടങ്ങിയവർ പ്രസംഗിച്ചു. ഫോക്സ് ടിവി ന്യൂസ്, ഏരൂർ.